സ്വിറ്റ്സർലൻഡിലെ ഒരു ചെറിയ ഗ്രാമത്തിലെ തന്റെ വീട്ടിൽ നിന്നും ഒരു ദിവസം മീൻ പിടിക്കുവാനായിട്ട് പോയ ഡാരിയോ സിക്കോലച്ചി എന്ന ബാലൻ വരേണ്ട സമയമായിട്ടും വീട്ടിൽ തിരിച്ചെത്തിയില്ല. പോലീസ് അന്വേഷണം തുടങ്ങി. അവനെ അവസാനമായിട്ട് കണ്ട സ്ഥലത്തിനടുത്തുള്ള ജലാശയത്തിൽ നിന്നും പോലീസിന് കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത വളരെ പ്രധാനപ്പെട്ടതും അതുപോലെ സൂക്ഷ്മവുമായിട്ടുള്ള ചില തെളിവുകൾ കിട്ടി. കുറ്റാന്വേഷകർക്ക് ലഭിച്ച ഏക ഫോറൻസിക് തെളിവും അതുമാത്രമായിരുന്നു. അവിശ്വസനീയമായിട്ടുള്ള ആ ചെറിയ തെളിവ് ഉപയോഗിച്ച് ലോകത്താരും ചിന്തിക്കാത്ത രീതിയിൽ ഈ കേസ് അന്വേഷിച്ച് കുറ്റവാളിയെ പോലീസ് കുടുക്കിയ ഒരു കഥയാണിത്. ഞാൻ ഇന്ന് പറയുന്ന ഈ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ലോക കുറ്റാന്വേഷണ ചരിത്രത്തിൽ പുതിയ ഒരു അധ്യായം കുറിച്ച ഒന്നാണ്. ഇതുപോലെ യുണീക്കായ ഒരു ഇൻവെസ്റ്റിഗേഷൻ ലോകത്തിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. ഒരു കുറ്റകൃത്യം ഇങ്ങനെയൊക്കെ തെളിയിക്കുവാനായിട്ട് കഴിയുമോ എന്ന് ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾ അതിശയിക്കും. മറ്റൊരു കാര്യം കൂടി, സ്വിറ്റ്സർലൻഡ് പോലീസ് അവരുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ കേസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അവർക്ക് പഠിക്കുവാൻ വേണ്ടി. അതിൽ നിന്നും നമുക്ക് മനസ്സിലാവും ഇൻവെസ്റ്റിഗേഷൻ ഹിസ്റ്ററിയിൽ ഈ കേസിനുള്ള പ്രാധാന്യം എത്ര വലുതാണെന്ന്. കഥയിലേക്ക് കടക്കും മുൻപ് നിങ്ങൾ എനിക്ക് തരുവാനായിട്ട് വെച്ചിരിക്കുന്ന സമ്മാനങ്ങൾ അതിങ്ങ് തന്നേക്കണം. ലൈക്ക്, കമൻറ്റ്, ഹൈപ്പ് ഇതൊന്നും അധിക സമയം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കരുത്. കൈ കഴിക്കും, വേദന എടുക്കും. വെൽക്കം ബാക്ക്. വർഷം 1993 ഓഗസ്റ്റ് 4. സ്വിറ്റ്സർലൻഡിലെ നോയ് പാരഡൈസ് എന്ന ചെറു പട്ടണത്തിലെ തൻ്റെ വീട്ടിൽ നിന്നും 13 വയസ്സുകാരനായ ഡാരിയോ മീൻ പിടിക്കുവാനായിട്ട് ചൂണ്ടയും എടുത്ത് തൻ്റെ സൈക്കിളിൽ കയറി പുറപ്പെട്ടു. പക്ഷേ അന്ന് രാത്രിയായിട്ടും അവൻ തിരിച്ചു വന്നില്ല. അതിനെ തുടർന്ന് അവൻ്റെ അമ്മ തൻ്റെ മകനെ കാണുവാനില്ല എന്ന് പോലീസിൽ പരാതിപ്പെട്ടു. ഡാരിയോ എവിടെയാണ്? അവൻ ഒറ്റയ്ക്കാണോ മീൻ പിടിക്കുവാനായിട്ട് പോയത്, അതോ അവൻ്റെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ആരാണ്? ഇതേക്കുറിച്ചൊന്നും യാതൊരു വിവരവുമില്ല. 2 ദിവസത്തിന് ശേഷം 100-ലധികം പോലീസുകാർ ഡസൻ കണക്കിന് തിരച്ചിൽ നായ്ക്കളെയും കൂട്ടി ആ പ്രദേശത്ത് ഊർജിതമായിട്ട് തിരഞ്ഞു. കാണാതായ ഡാരിയോയുടെ പോസ്റ്ററുകൾ തെരുവിൽ ഒട്ടിച്ചു. പ്രാദേശിക ടെലിവിഷൻ ചാനലുകൾ വാർത്ത വലിയ പ്രാധാന്യത്തോടെ പ്രക്ഷേപണം ചെയ്തു. ഡാരിയോ എവിടെ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് പത്രങ്ങളിൽ ഇറങ്ങി. എന്നിട്ടും ഡാരിയോയെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല. സമയം കടന്നു പോകുന്തോറും ആളുകൾ കൂടുതൽ ഭയന്നു. ഒടുവിൽ അന്വേഷണ സംഘം അവൻ്റെ സൈക്കിളും സ്വിമ്മിംഗ് ട്രൗസറും ഫിഷിംഗ് റോഡും സമീപത്തുള്ള പുഴയോടടുത്തുള്ള പാടത്തു നിന്നും കണ്ടെത്തിയ ആ വസ്തുക്കളിൽ നിന്നും ഒരു കുറ്റകൃത്യം ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായിരുന്നു. പുഴയുടെ അടുത്തുള്ള സ്ഥലമെല്ലാം പോലീസ് വിശദമായിട്ട് പരിശോധിച്ചു. പുഴയുടെ വശം വഴി കുറച്ചുകൂടി താഴേക്ക് മാറി നോക്കിയപ്പോൾ ഡാരിയോയുടെ ടീഷർട്ടും കണ്ടെത്തി. കൂടുതൽ തെളിവുകൾക്ക് വേണ്ടി പുഴയുടെ ചെളി നിറഞ്ഞ അടിത്തട്ട് വിശദമായിട്ട് പരിശോധിക്കുവാനായിട്ട് പുഴയുടെ മുകളിലായിട്ട് പോലീസ് താൽക്കാലികമായിട്ടൊരു അണക്കെട്ട് നിർമ്മിച്ചു. ക്രമേണ പുഴയിലെ വെള്ളം പൂർണ്ണമായിട്ടും വറ്റി വരേണ്ട പുഴയുടെ അടിത്തട്ടിൽ തിരഞ്ഞ പോലീസിന് നിരവധി വസ്തുക്കൾ അവിടെ നിന്നും കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞുവെങ്കിലും ഡാരിയോയുടെ ജഡമോ അതുപോലെ അവൻ്റെ തിരോധാനവുമായിട്ട് ബന്ധിപ്പിക്കുവാനായിട്ട് കഴിയുന്ന ഒന്നും തന്നെയോ കണ്ടെത്തുവാനായില്ല. ഡാരിയോ കാണാതായിട്ട് 2 രാത്രികൾ കഴിഞ്ഞിരിക്കുന്നു. ഓഗസ്റ്റ് 6. 2 സ്ത്രീകൾ സ്വിറ്റ്സർലൻഡിൻ്റെയും ജർമ്മനിയുടെയും അതിർത്തിയോട് ചേർന്നുള്ള ഒരു ചോള പാടവരമ്പിലൂടെ അവരുടെ നായയും കൂട്ടി നടന്നു പോവുകയായിരുന്നു. അപ്പോൾ നായ എന്തോ കണ്ട് ഉച്ചത്തിൽ കുരച്ചു. അവർ നോക്കിയപ്പോൾ അല്പം ദൂരെയായിട്ട് ചുവന്ന ഇരുണ്ട നിറത്തിൽ എന്തോ വസ്തു കിടക്കുന്നത് കണ്ടു. ഇരുവരും സംശയത്തോടെ അതിൻ്റെ അടുത്തേക്ക് നടന്നു. ഞെട്ടിക്കുന്നൊരു കാഴ്ചയായിരുന്നു അവരെ വരവേറ്റത്. ആ ചോളപ്പാടത്തൊരു കൗമാരക്കാരൻ്റെ നഗ്നമായിട്ടുള്ള ശരീരം കിടക്കുന്നു. പേടിച്ചു പോയ 2 സ്ത്രീകളും വേഗം പോലീസിനെ വിളിച്ചു. ഉടൻ തന്നെ പോലീസ് ചീഫായ ജോസഫ് ടർക്ക് ഒരു ഓഫീസറെ സംഭവ സ്ഥലത്തേക്ക് അയച്ചു. ഒറ്റ നോട്ടത്തിൽ അതൊരു കൗമാരക്കാരൻ്റെ ജഡമാണെന്ന് അറിഞ്ഞതും അത് കാണാതായ ഡാരിയോ ആയിരിക്കുമോ എന്ന് അവർ സംശയിച്ചു. അത് സ്ഥിരീകരിക്കുവാനുള്ള നടപടികൾ എടുത്തു. ഡാരിയോയുടെ മാതാപിതാക്കളെ വിവരം അറിയിച്ചു. അവർ വന്ന് ജഡം ഐഡന്റിഫൈ ചെയ്തു. അങ്ങനെ ഒടുവിൽ ചോളപ്പാടത്തു നിന്നും കണ്ടെത്തിയ ആ ജഡം ഡാരിയോ സിക്കലോച്ചിയുടെ ആണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഡാരിയോ ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ട്. ജഡം കൊലയാളി വളരെ വികൃതമാക്കിയിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ആ കാഴ്ച മറക്കുവാനായിട്ട് കഴിയില്ല എന്നാണ് ഡിസ്ട്രിക്ട് അറ്റോർണിയായ പീറ്റർ ന്യൂകോം പിന്നീട് പറഞ്ഞത്. കാരണം അത്രമാത്രം ഭയാനകമായിരുന്നു ക്രൈം സീൻ. ഡാരിയോയുടെ ജനനേന്ദ്രിയ ഭാഗത്ത് നിരവധി മുറിവുകളും ചതവുകളും ഉണ്ടായിരുന്നു. ആ ഭാഗം തകർന്ന നിലയിലാണ് കണ്ടത്. ഈ കേസ് പരിശോധിച്ച മെഡിക്കൽ എക്സാമിനർ ഡാനിയൽ വൈലർ അവൻ്റെ ദേഹത്ത് കാണപ്പെട്ട മുറിവുകളെല്ലാം ഒരു പോക്കറ്റ് നൈഫ് കൊണ്ടുണ്ടാക്കിയതാണെന്നും എന്നാൽ അവൻ മരിച്ചതിന് ശേഷമാണ് കൊലയാളി ആ മുറിവുകൾ ശരീരത്ത് ഉണ്ടാക്കിയതെന്നും കണ്ടെത്തി. ഡാരിയോയുടെ ദേഹത്ത് ആഴത്തിലുള്ളതും അടുത്തടുത്തുള്ളതുമായിട്ടുള്ള ധാരാളം മുറിവുകൾ ഉണ്ടായിരുന്നു. ഈ മുറിവുകൾ ഏൽക്കുന്ന സമയം കുട്ടി അനങ്ങിയിട്ടില്ല എന്ന് മനസ്സിലായി. കൂടാതെ ചെറുത്തു നിൽക്കുവാനുള്ള ശ്രമങ്ങളും അവൻ നടത്തിയ ലക്ഷണമില്ല. ജഡത്തിനടുത്തായിട്ട് രക്തം കാണപ്പെട്ടുവെങ്കിലും അത് പുറത്തേക്ക് ഒഴുകിയ സമയത്ത് അവൻ്റെ ഹൃദയം പ്രവർത്തിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് വളരെ കുറച്ച് ചോര മാത്രം സംഭവ സ്ഥലത്ത് കാണപ്പെട്ടത്. കാരണം ഹൃദയം പ്രവർത്തിക്കാതെ ശരീരത്തിൽ രക്തയോട്ടമില്ലെങ്കിൽ മുറിവുകളിൽ നിന്നും അധികമൊന്നും രക്തം ഒഴുകില്ല.
ഒരു മൽപ്പിടുത്തം നടന്നതിന്റെ ലക്ഷണമൊന്നും സമീപത്ത് എവിടെയും കാണാത്തതുകൊണ്ട് കൊലയാളി ഡാരിയോയെ മറ്റെവിടെയോ വെച്ച് കൊലപ്പെടുത്തിയ ശേഷം ജഡം ഈ പാടത്ത് കൊണ്ടുവന്നിട്ടതായിരിക്കുമെന്ന് പോലീസ് സംശയിച്ചു. അതേ ചോളപ്പാടത്തു നിന്നും ഡാരിയോയുടെ ഷൂസുകൾ അവർക്ക് കിട്ടി. എങ്കിലും അവനെ വികൃതമാക്കുവാനായിട്ട് ഉപയോഗിച്ച പോക്കറ്റ് നൈഫ് കണ്ടെടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല. കണ്ടെത്തലുകൾ ഇത്രയുമായപ്പോൾ പോലീസും ഭയന്നു. കാരണം ഇത് ചെയ്തവൻ ഒരു ലൈംഗിക കുറ്റവാളിയാണ്. ആ കൊലയാളി പുറത്തുണ്ടെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇനിയും ആവർത്തിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ഉടനടി വ്യാപകമായിട്ടുള്ള അന്വേഷണം തുടങ്ങി. പോലീസിനെ കുഴപ്പിച്ച മറ്റൊരു കാര്യം ഇതായിരുന്നു. ക്രൈം സീനിൽ നിന്നും ഡാരിയോയുടെ ഒഴികെ മറ്റാരുടെയും മുടിയിഴകളോ രോമങ്ങളോ എന്തിനേറെ കൊലയാളിയുടെ ബീജമോ തുടങ്ങി ഒന്നും തന്നെ കണ്ടെത്തുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. ഇതിനിടയിൽ ഡാരിയോയുടെ വായിൽ നിന്നും ഡോക്ടർ ഡാനിയൽ വയലർ സൂക്ഷ്മമായിട്ട് സ്രവം ശേഖരിച്ചു. അത് പരിശോധിച്ചപ്പോൾ ചില സൂക്ഷ്മമായ തെളിവുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. ആ കണ്ടെത്തലാണ് ഈ അന്വേഷണത്തിന്റെ ഗതി പൂർണ്ണമായിട്ടും മാറ്റിയതും ഇൻവെസ്റ്റിഗേഷൻ സയൻസിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തത്. ഡാരിയോ സെക്കലോച്ചിയോയുടെ വായിൽ നിന്നും എടുത്ത സ്രവം സൂക്ഷ്മദർശിനിയിലിട്ട് പരിശോധിച്ചപ്പോൾ എന്തോ ഒന്ന് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് മറ്റൊന്നുമല്ല, ഡയാറ്റമുകളായിരുന്നു. ഡയാറ്റമുകൾ എന്ന് പറയുന്നത് കടലുകളിലും കുളങ്ങളിലും തടാകങ്ങളിലും അതുപോലെ അരുവികളിലുമൊക്കെ ജീവിക്കുന്ന ഒരുതരം ആൽഗകളാണ്. അതായത് സൂക്ഷ്മജീവികൾ. വെറും കണ്ണുകൾ കൊണ്ട് ഇവയെ കാണുവാനായിട്ട് കഴിയില്ല. ഈർപ്പമുള്ള പാറകളിലും മണ്ണിലുമൊക്കെ ഇവ സാധാരണയായിട്ടുണ്ടാവും. ഏകദേശം 16,000-ഓളം വ്യത്യസ്ത ഇനം ഡയാറ്റമുകൾ ലോകമെമ്പാടുമുണ്ട്. അതിൽ തന്നെ സ്വിറ്റ്സർലൻഡിൽ മാത്രമായിട്ട് നോക്കിയാൽ 3,000-ഓളം ഇനങ്ങളുണ്ട്. ഡാരിയോയുടെ ജഡത്തിൽ നിന്നും കണ്ടെത്തിയ ഡയാറ്റമുകൾ അവന്റെ കൊലപാതകത്തെക്കുറിച്ച് എന്തെങ്കിലും വെളിപ്പെടുത്തുമെന്ന് ഡോക്ടർ ഡാനിയൽ വൈലർ ഉറച്ചു വിശ്വസിച്ചു. അതുവഴി കൊലയാളിയിലേക്ക് എത്തുവാനായിട്ട് കഴിയുമെന്നും അദ്ദേഹം പ്രതീക്ഷിച്ചു. ഈ കുട്ടിയെ ആരോ വെള്ളത്തിൽ മുക്കിക്കൊന്നതാണെന്ന് വൈലർക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം അവന്റെ ശ്വാസകോശത്തിൽ ധാരാളം ചെളി കണ്ടെത്തിയിരുന്നു. അതിന്റെ അർത്ഥം ചെളിയുള്ള വെള്ളത്തിലാണ് അവൻ മുങ്ങി മരിച്ചത്. അങ്ങനെ വരുമ്പോൾ സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ അതൊരു ആഴം കൂടിയ തടാകമോ കുളമോ ആകുവാനായിട്ട് വഴിയില്ല. അവൻ കൊല്ലപ്പെട്ടത് ഉറപ്പായിട്ടും ഒരു ചെറിയ അരുവിയിലോ അതുപോലെ ചെറിയ പുഴയിലോ ആയിരിക്കണം. പക്ഷേ ഡാരിയോയുടെ ജഡം കണ്ടെത്തിയത് അവിടെയല്ല, ഒരു ചോളപ്പാടത്തിന്റെ അടുത്തു നിന്നുമാണ്. അതിന്റെ അടുത്തു നിന്നും കിട്ടിയ അവന്റെ ഷൂസിലും സമാനമായിട്ടുള്ള ഡയാറ്റമുകൾ അദ്ദേഹം കണ്ടെത്തിയിരുന്നു. ഡാരിയോയുടെ ശ്വാസകോശത്തിലും ഷൂസിലുമുള്ള ഡയാറ്റങ്ങൾ പരിശോധിച്ചാൽ അവനെ കൊലപ്പെടുത്തിയത് ഏത് ജലാശയത്തിൽ വെച്ചാണെന്ന് കണ്ടെത്തുവാനായിട്ട് കഴിയുമോ? ഇതായിരുന്നു അന്വേഷണത്തിന്റെ ആദ്യത്തെ ഘട്ടം. അതിനായിട്ട് ഡോക്ടർ വൈലർ ഡയാറ്റങ്ങളെക്കുറിച്ച് മാത്രം പഠിക്കുന്ന ജീവശാസ്ത്രജ്ഞനായ ഡോക്ടർ ജോവാക്കിം ഹാർഡിമാന്റെ സഹായം തേടി. ഡാരിയോയുടെ ശ്വാസകോശത്തിൽ നിന്നും കിട്ടിയ ഡയാറ്റങ്ങളെ നോക്കിയാൽ അത് ഏത് ഇനമാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുവെച്ച ഈ ഇനത്തിൽപ്പെട്ട ഡയാറ്റങ്ങൾ ജീവിക്കുന്നത് ഏതുതരം വെള്ളവും കാലാവസ്ഥയുമുള്ള ജലാശയത്തിലാണെന്ന് മനസ്സിലാക്കാം. കൂടാതെ ആ ജലത്തിന്റെ ഗുണനിലവാരവും മനസ്സിലാക്കാം. അതിനു വേണ്ടിയിട്ട് ഡാരിയോയുടെ ശ്വാസകോശത്തിലും ഷൂസിലുമുള്ള ഡയാറ്റങ്ങളുടെ സാമ്പിളുകളും ആ പ്രദേശത്തെ നിരവധി ജലാശയങ്ങളിലെയും പുഴകളിലെയും സാമ്പിളുകളും എടുത്ത് അതിലുള്ള എല്ലാ ഡയാറ്റമുകളെ പരിശോധിക്കുവാനും എന്നിട്ട് താരതമ്യ പഠനം നടത്തുവാനും പോലീസ് ഡോക്ടർ ഹാർലിമാനോട് ആവശ്യപ്പെട്ടു. ഡാരിയോയുടെ വായിൽ നിന്നും കിട്ടിയ ഡയാറ്റമുകൾ ജീവിക്കുന്നത് ഏത് പുഴയിലാണെന്ന് കൃത്യമായിട്ട് കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞാൽ കൊലപാതകം നടന്നത് എവിടെ വെച്ചാണെന്ന് കണ്ടെത്തുവാനായിട്ട് കഴിയും. അവർ കൊടുത്ത ജലത്തിന്റെ സാമ്പിളുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഡാരിയോയുടെ വായിൽ നിന്നും കണ്ടെത്തിയ അതേ ഡയാറ്റം ഉണ്ടെന്ന് കണ്ടെത്തിയാൽ അവിടെ വെച്ചായിരിക്കണം അവൻ കൊല്ലപ്പെട്ടത് എന്ന് ഉറപ്പിക്കാം. മുൻപ് പറഞ്ഞതുപോലെ സ്വിറ്റ്സർലൻഡിൽ മാത്രമായിട്ട് ഏകദേശം 3,000-ഓളം ഇനം ഡയാറ്റങ്ങളുണ്ട്. അതുകൊണ്ട് ഡോക്ടർ ഹാർലിമാൻ ഇതൊരു തലവേദന പിടിച്ച ജോലിയായിരുന്നു. അതിന് കാരണം അയാൾക്ക് കിട്ടിയ സകല സാമ്പിളുകളിലെയും വെള്ളം വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് വളരെ കൃത്യമായ താരതമ്യ പഠനം നടത്തേണ്ടി വരും. ഡാരിയോയുടെ ജഡം കണ്ടെത്തിയ ചോളപ്പാടത്തിനോട് ചേർന്ന് ഒരു അരുവി ഒഴുകുന്നുണ്ട്. അതിന്റെ അടുത്താണ് റൈൻ നദി ഉള്ളത്. ഇവിടെ നിന്നുമെല്ലാം ഡോക്ടർ ഹാർലിമാൻ വെള്ളം ശേഖരിച്ചു. ഒന്നാമതായിട്ട് വെള്ളത്തിൽ നിന്നും ഡയാറ്റങ്ങൾ മാത്രമായിട്ട് വേർതിരിച്ചെടുക്കുവാനായിട്ട് മറ്റ് ജൈവവസ്തുക്കളെ നശിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് ആസിഡുകൾ ഉപയോഗിച്ച് വെള്ളം ശുദ്ധീകരിച്ചു. സ്പീഷീസുകളെ വേർതിരിച്ചറിയുവാനായിട്ട് ഇത് അത്യാവശ്യമാണ്. എന്നിട്ട് മൈക്രോസ്കോപ്പിലൂടെ ഡോക്ടർ ഹാർലിമാൻ ഡാരിയോയുടെ ശ്വാസകോശത്തിലും ഷൂസിലുമുള്ള ഡയാറ്റങ്ങളുടെ സാമ്പിളുകൾ എടുത്ത് റഫറൻസ് ജേണലുകളിലുള്ള ആയിരക്കണക്കിന് സ്പീഷീസുകളുമായിട്ട് താരതമ്യം ചെയ്തു. ഡാരിയോയുടെ വായിൽ നിന്ന് കിട്ടിയ സ്പീഷ്യസ് ശുദ്ധജലത്തിൽ മാത്രം കാണപ്പെടുന്ന ഫ്രാജിലാറിയ പിനാറ്റ എന്ന ഇനമായിരുന്നു. ഇത് മണൽത്തരികളിൽ പറ്റിപ്പിടിച്ച് കഴിയുന്ന ഡയാറ്റമാണ്. സാവധാനം ഒഴുകുന്ന വെള്ളത്തിലാണ് ഇവ സാധാരണയായിട്ട് കാണപ്പെടാറ്. ഹാർലിമാൻ മറ്റ് ജല സാമ്പിളുകളിൽ നിന്നും കിട്ടിയ വ്യത്യസ്തമായ ഡയാറ്റങ്ങളെ വിശദമായിട്ട് ചാർട്ട് ചെയ്തു. അതെല്ലാം വേർതിരിച്ച് തിട്ടപ്പെടുത്തി. വളരെ വിരസമായിട്ടുള്ളൊരു ജോലിയായിരുന്നു അത്. പക്ഷേ ഒടുവിൽ ഡാരിയോയുടെ ശ്വാസകോശത്തിലും ഷൂസിലും കണ്ട ഡയാറ്റങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു ജലാശയം അവസാനം അദ്ദേഹം കണ്ടെത്തി. ഡാരിയോയുടെ സൈക്കിൾ കണ്ടെത്തിയതിന് തൊട്ടടുത്തുള്ള അരുവിയിൽ നിന്നും ശേഖരിച്ച ജലത്തിന്റെ സാമ്പിളായിരുന്നു അത്. ഈ കണ്ടെത്തൽ ഹാർലിമാനെ ഒരു നിഗമനത്തിൽ എത്തിച്ചു. ഡാരിയോയുടെ ശ്വാസകോശത്തിൽ കണ്ടെത്തിയ ഡയാറ്റങ്ങൾ ഈ അരുവിയിലെയാണെന്ന് ഉറപ്പിക്കാം. ഡാരിയോയെ കൊലപ്പെടുത്തിയത് എവിടെയാണെന്ന് ചുരുക്കത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. ഇനി കൊലയാളിയെക്കുറിച്ച് എന്തെങ്കിലും സൂചന നൽകുവാനായിട്ട് ഈ സൂക്ഷ്മജീവിക്ക് കഴിയുമോ? അതാണ് ചോദ്യം. നിലവിലെ തെളിവുകളിൽ നിന്നും പോലീസ് മനസ്സിലാക്കിയത് ഇതാണ്. ഡാരിയോയെ മീൻ പിടിക്കുന്ന സ്ഥലത്ത് വെച്ച് കൊലയാളി ബലമായിട്ട് മുക്കി കൊലപ്പെടുത്തി.
അതിനുശേഷം ഏതാനും കിലോമീറ്റർ അകലെയുള്ള ചോളപ്പാടത്ത് കൊണ്ടുവന്ന് ജഡം തള്ളി അവിടെ വെച്ച് മൃതദേഹം വികൃതമാക്കി. ഇനി അവർക്ക് അറിയേണ്ടത് ഡാരിയോയെ കൊലപ്പെടുത്തിയത് ആരാണെന്നും മൃതദേഹം എങ്ങനെ ചോളപ്പാടത്ത് എത്തിച്ചുവെന്നുമാണ്. പോലീസ് അവന്റെ സുഹൃത്തുക്കളെയും പരിചയക്കാരെയും ചോദ്യം ചെയ്തു. സ്വിറ്റ്സർലൻഡിലും ജർമ്മനിയിലുമായിട്ട് ഏകദേശം 200ഓളം പേരാണ് ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെട്ടത്. ഇത്തരം കേസുകളിൽ പതിവുള്ളതുപോലെ കുടുംബാംഗങ്ങളെയും ചോദ്യം ചെയ്തു. എന്നിട്ടും യാതൊരു സൂചനയും കിട്ടിയില്ല. ഒടുവിൽ സ്വിസ് പോലീസ് ഇന്റർപോളിനെ വിവരം അറിയിച്ചു. ഫ്രാൻസ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അന്താരാഷ്ട്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് ഇന്റർപോൾ. 178 രാജ്യങ്ങളുമായിട്ട് ഇന്റർപോൾ അവരുടെ ഇൻഫർമേഷൻ പങ്കുവയ്ക്കുന്നു. ഡാരിയോയുടെ ജഡം രാജ്യത്തിന്റെ അതിർത്തിയോട് വളരെ അടുത്ത് വെച്ചാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് കൊലയാളി വിദേശത്തു നിന്നും ഇവിടേക്ക് വന്നവനോ അല്ലെങ്കിൽ ഇവിടെ നിന്നും വിദേശത്തേക്ക് കടന്നവനോ ആകുവാനായിട്ട് സാധ്യതയുണ്ട്. അതോടെ ഈ കേസ് കൂടുതൽ വിഷമം പിടിച്ച ഒന്നായി. അന്വേഷണം രാജ്യം വിട്ടു പോകുമെന്ന അവസ്ഥ. ഡാരിയോ സിക്ലോച്ചിയുടെ കൊലപാതകം കഴിഞ്ഞ് ഇപ്പോൾ 3 മാസം കഴിഞ്ഞു. ഒരു ദിവസം ഇന്റർപോൾ സ്വിസ് പോലീസിനെ വിളിച്ചൊരു കാര്യം അറിയിച്ചു. ഫ്രാൻസിൽ വെച്ചൊരു ബാലനെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കുവാനും പിന്നെ കൊലപ്പെടുത്തുവാനും ശ്രമിച്ചതിന് അവർ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 35 വയസ്സുള്ള റോളണ്ട് കീബ്ലർ എന്ന സൈക്കോളജി നേഴ്സാണ് അറസ്റ്റിലായത്. ഇയാൾ വിവാഹമോചിതനും 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ പിതാവുമാണ്. കീബ്ലർ സ്വിറ്റ്സർലൻഡുകാരനാണ്. മാത്രവുമല്ല ഡാരിയോ സിക്ലോച്ചിയോ കൊല്ലപ്പെട്ട ഗ്രാമത്തിനോടടുത്താണ് ഇയാളുടെ വീട്. ഇക്കാര്യങ്ങൾ ഇന്റർപോളിലെ ഓഫീസർമാർ പ്രത്യേകമായിട്ട് നിരീക്ഷിച്ചു. അതുകൊണ്ടാണ് ഈ ഇൻഫർമേഷൻ അവർ സ്വിസ് പോലീസിനെ അറിയിച്ചത്. റോളണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന വാർത്ത ഡോക്ടർ വൈലറും കേട്ടു. അപ്പോൾ അദ്ദേഹം അസാധാരണമായിട്ടുള്ളൊരു കാര്യം ചെയ്യുവാനായിട്ട് സ്വിസ് പോലീസിനോട് ആവശ്യപ്പെട്ടു. റോളണ്ടിന്റെ കാർ പരിശോധിക്കണം. അവന്റെ കാർ അപ്പോഴും സ്വിറ്റ്സർലൻഡിലെ വീട്ടിലായിരുന്നു. അതുകൊണ്ട് സ്വിസ് പോലീസിന് കാര്യങ്ങൾ വളരെ എളുപ്പമായി. കാറിന്റെ പെഡലുകളും ട്രങ്കിലെ കാർപ്പറ്റും തന്റെ അടുത്ത് കൊണ്ടുവരണമെന്ന് ഡോക്ടർ വൈലർ പോലീസിനോട് പറഞ്ഞു. കാരണം കൊലയാളി ബാലനെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്ന സമയത്ത് അയാൾ ഉപയോഗിച്ച ഷൂസിലോ വസ്ത്രങ്ങളിലോ അതുപോലെ കാറിലോ സമാനമായിട്ടുള്ള ഡയാറ്റമുകൾ കാണുവാനായിട്ട് സാധ്യതയുണ്ട്. പോലീസ് അദ്ദേഹം ആവശ്യപ്പെട്ട എല്ലാ വസ്തുക്കളും എത്തിച്ചു. ഫോറൻസിക് ടീം കീബ്ലറുടെ കാറിലെ ഗ്ലാസ്, ബ്രേക്ക് പെഡലുകൾ, പാസഞ്ചർ ഭാഗത്തെ കാർപ്പറ്റ്, ട്രങ്കിലെ കാർപ്പറ്റ് അങ്ങനെ തുടങ്ങി എല്ലാം വളരെ വിശദമായിട്ട് പരിശോധിച്ചു. ആ അന്വേഷണത്തിൽ അവർക്ക് ചില സാമ്പിളുകൾ കിട്ടി. ഡോക്ടർ ഹാർലിമാൻ ഈ സാമ്പിളുകൾ മൈക്രോസ്കോപ്പിലൂടെ പരിശോധിച്ചു. അപ്പോൾ അത്ഭുതകരമായിട്ടുള്ളൊരു കണ്ടെത്തലുണ്ടായി. അതിലെല്ലാം ഡയാറ്റമുകൾ ഉണ്ടായിരുന്നു. ഗ്ലാസിലും ബ്രേക്ക് പെഡലുകളിലും പെഡലുകൾക്ക് താഴെയുള്ള കാർപ്പറ്റിലും പിൻവശത്തെ ട്രങ്കിലെ കാർപ്പറ്റിലുമെല്ലാം അവ ചിതറിക്കിടപ്പുണ്ട്. കാറിൽ നിന്നും കിട്ടിയ ആ ഡയാറ്റമുകൾ പരിശോധിച്ചപ്പോൾ അവർ ഞെട്ടിപ്പോയി. അത് ഡാരിയോയുടെ ശ്വാസകോശത്തിലും ഷൂസിലും അതുപോലെ അവൻ കൊല്ലപ്പെട്ട അരുവിയിൽ നിന്നും കണ്ടെത്തിയ അതേ ഇനമായ ഫ്രാജിലാരിയ പിനാറ്റ എന്ന ഡയാറ്റമായിരുന്നു. സ്വിറ്റ്സർലൻഡിൽ തന്നെ 3000ഓളം വ്യത്യസ്ത ഇനം ഡയാറ്റമുകളുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ ഡയാറ്റം സാമ്യത വളരെ ശക്തമായിട്ടുള്ളൊരു തെളിവാണ്. ഈ സൂക്ഷ്മമായ തെളിവുകൾ വെച്ച് സ്വിസ് പോലീസ് റോളണ്ട് കീബ്ലറെ ചോദ്യം ചെയ്തു. തുടക്കത്തിൽ ഡാരിയോയുടെ കൊലയിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്നും പത്രങ്ങളിലൂടെയാണ് താൻ ഈ കുറ്റകൃത്യം അറിഞ്ഞത് എന്നുമാണ് അയാൾ പറഞ്ഞത്. അയാൾ കുറ്റം നിഷേധിച്ചു. എന്നാൽ തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ അവന് കാലുകൾ ഇടറി. ശരി, നീ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കാം. ഒരു ചോദ്യത്തിന് കൂടി നീ ഉത്തരം തരണം. നീ പത്രത്തിൽ ഈ കേസിനെ കുറിച്ച് എന്താണ് വായിച്ചത്? പോലീസ് അവനോട് ചോദിച്ചു. അപ്പോൾ അറിയാതെ അവന്റെ വായിൽ നിന്നും ഡാരിയോയുടെ ശരീരത്തിലുള്ള മുറിവുകളെക്കുറിച്ച് ചില കാര്യങ്ങൾ പുറത്തു വന്നു. താനിത് പത്രത്തിൽ വായിച്ചതാണെന്ന് അവൻ എടുത്തു പറഞ്ഞു. അതോടെ പോലീസിന് കൊലയാളി കീബ്ലർ ആണെന്ന് ഏറെക്കുറെ ഉറപ്പായി. കാരണം ഡാരിയോയുടെ ജഡത്തിലെ ക്രൂരമായിട്ടുള്ള മുറിവുകളെപ്പറ്റി ഒരു പത്രവും അതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആ വിവരങ്ങൾ അറിയാവുന്നത് പോലീസിനും പിന്നെ കൊലയാളിക്കും മാത്രമാണ്. ഈ പൊരുത്തക്കേട് അവർ ചൂണ്ടിക്കാണിച്ച് വീണ്ടും വീണ്ടും ചോദ്യം ചെയ്തു. അവസാനം റോളണ്ട് കീബ്ലർ കുറ്റം സമ്മതിച്ചു. ഡാരിയോ സിക്കോളിച്ചിയെ കൊലപ്പെടുത്തിയത് താനാണെന്ന് അവൻ കൺഫസ് ചെയ്തു. ഡാരിയോ കാണാതായ ദിവസം മുതൽ അന്ന് അരുവിയിൽ എന്താണ് സംഭവിച്ചത് എന്നും കൊലയാളി എങ്ങനെയാണ് കൊല ചെയ്തത് എന്നും പിന്നീട് അവൻ പോലും അറിയാതെ തെളിവുകൾ അവശേഷിച്ചത് എങ്ങനെയാണെന്നും അവർക്കതോടെ മനസ്സിലായി. റോളണ്ട് കീബ്ലർ ഡാരിയോ സിക്ലോച്ചിയെ താൻ കൊലപ്പെടുത്തിയെന്നും അവനെ അംഗഭംഗം വരുത്തിയെന്നും സമ്മതിച്ചു. കൂടാതെ തന്റെ ഉള്ളിൽ നടക്കുന്ന കൗമാരക്കാരുമായിട്ടുള്ള സെക്ഷൽ ഫാന്റസികളെക്കുറിച്ചും അവൻ വെളിപ്പെടുത്തി. ലളിതമായിട്ട് പറഞ്ഞാൽ അയാൾ ഒരു പീഡോഫൈലും ഗേയുമായിരുന്നു. വർഷങ്ങളായിട്ട് അവൻ തന്റെ സ്വർഗാനുരാഗം മടക്കി വെച്ച് ജീവിച്ചു വരികയായിരുന്നു. അവൻ തന്റെ സെക്ഷൽ ഫാന്റസികളിൽ ജീവിച്ചു വരുന്ന സമയത്താണ് അതുണ്ടായത്. 1993 ഓഗസ്റ്റ് 4 ഡാരിയോ തന്റെ വീടിന്റെ അടുത്തുള്ള അരുവിയിൽ ചൂണ്ടയിടുവാനായിട്ട് പോയി. തന്റെ സൈക്കിൾ മെയിൻ റോഡിന് സമീപത്ത് വെച്ച് അരുവിയിലേക്ക് അവൻ നടന്നു. ആ സമയത്ത് റോളണ്ട് കീബ്ലർ അവധിക്കാലം ആഘോഷിക്കുന്ന സമയമാണ്. അയാൾ കാറുമെടുത്ത മദ്യലഹരിയിൽ ഡാരിയോ ചൂണ്ടയിടുന്ന സ്ഥലത്ത് എത്തി. അപ്പോഴാണ് ഡാരിയോയുടെ സൈക്കിൾ റോഡിന്റെ വശത്ത് ചാരി വെച്ച നിലയെ കണ്ടത്. ഒരു ടീനേജർ അടുത്തെവിടെയോ ഉണ്ടെന്ന് അവന് മനസ്സിലായി. റോളണ്ട് കാർ പാർക്ക് ചെയ്ത് ഡാരിയോ ചൂണ്ടയിടുന്ന സ്ഥലത്തേക്ക് നടന്നു. അധികം വൈകാതെ ആ ബാലനെ കണ്ടുമുട്ടി. അവനുമായിട്ട് അല്പസമയം സാധാരണമെന്ന പോലെ സംസാരിച്ചു. അടുത്തെങ്ങും ആരുമില്ല എന്ന് അവന് മനസ്സിലായി. പെട്ടെന്ന് കീബ്ലർ ഡാരിയോയെ സമീപിച്ചു. അവൻ ആ കുട്ടിയെ കടന്നു പിടിച്ചു, ആക്രമിച്ചു, അവനെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടു, വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു. അവസാനം ഡാരിയോയുടെ തല വെള്ളത്തിന്റെ അടിയിലേക്ക് താഴ്ത്തി പിടിച്ച്
തൻ്റെ കാൽമുട്ടുകൊണ്ട് കുട്ടിയുടെ അനക്കം നിലയ്ക്കും വരെ വെള്ളത്തിൽ മുക്കിപ്പിടിച്ചു. ഒടുവിൽ ഡാരിയോ കൊല്ലപ്പെട്ടു. ഈ ജഡം സംഭവ സ്ഥലത്ത് ഉപേക്ഷിക്കുന്നത് അപകടമാണെന്ന് കീബ്ലർക്ക് തോന്നി. അവൻ കുട്ടിയുടെ ജഡം കാറിന്റെ ബാക്കിലിട്ട് തന്റെ മുൻ ഭാര്യ നടത്തുന്ന ഒരു ഫംഗ്ഷനെ പങ്കെടുക്കുവാനായിട്ട് പോയി. ആ പ്രോഗ്രാമിൽ ഒന്നും അറിയാത്ത വിധം പങ്കെടുക്കുന്ന സമയത്തും അവന്റെ കാറിന് പിന്നിലായിട്ട് ഡാരിയോയുടെ ജഡം കിടപ്പുണ്ടായിരുന്നു. അതിനുശേഷമാണ് അവനത് ചോളവയലിലേക്ക് മാറ്റിയത്. എന്നാൽ അപ്പോഴൊന്നും താൻ വളരെ ശക്തമായൊരു തെളിവ് തനിക്കെതിരെ അവശേഷിപ്പിച്ച കാര്യമൊന്നും കീബ്ലർ അറിഞ്ഞില്ല. കണ്ണുകൊണ്ട് കാണുവാനായിട്ട് കഴിയാത്ത ഏകകോശ ജീവികൾ തന്നെ ഒറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും ആ കൊലയാളി ചിന്തിച്ചും കാണില്ല. റോളണ്ട് തൻ്റെ ഇരയെ അരുവിയിലേക്ക് തള്ളിയിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയ നിമിഷം മുതൽ ആ വെള്ളത്തിലെ ഡയാറ്റമുകൾ അവൻ്റെ ഷൂവിൻ്റെ അടിയിൽ പറ്റിപ്പിടിച്ചു. വെള്ളത്തിൽ മുങ്ങിയപ്പോൾ അതേ ഡയാറ്റമുകൾ ഡാരിയോയുടെ വായിലും ശ്വാസകോശത്തിലും നിറഞ്ഞു. റോളണ്ട് ധരിച്ചിരുന്ന ഷൂസിലും അതേ ഡയാറ്റമുകൾ അള്ളിപ്പിടിച്ചു. അവൻ്റെ ഷൂസിൽ നിന്നും അത് കാറിൻ്റെ പെഡലുകളിലേക്ക് പറ്റിപ്പിടിച്ചു. പിന്നീട് ഡാരിയോയുടെ ജഡം ചോളവയലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവൻ്റെ വായിൽ നിന്നും ഡയാറ്റമുകൾ കാറിൻ്റെ ട്രങ്കിലെ കാർപ്പറ്റിലേക്ക് ഒലിച്ചിറങ്ങി. ചുരുക്കത്തിൽ ആ കാർ തന്നെ അതിശക്തമായിട്ടുള്ളൊരു തെളിവായിട്ട് മാറി. റോളണ്ട് കീബ്ലർ എന്ന കൊലയാളി തൻ്റെ ഇരയെ നിശബ്ദനാക്കി. പക്ഷേ ഡയാറ്റമുകൾ അവനെതിരെ ഒരുപാട് സംസാരിച്ചു. ഈ ഡയാറ്റമുകൾ കണ്ടെത്തിയതിൽ താൻ അഭിമാനിക്കുന്നുവെന്നും ഒരു ക്രൈം തെളിയിക്കുവാനായിട്ട് ശാസ്ത്രീയമായ പുതിയൊരു മാർഗം കണ്ടെത്തിയതിൽ തനിക്ക് വലിയ സന്തോഷമുണ്ടെന്നും അതുവഴി കൊലയാളിയെ കണ്ടെത്തുവാനായിട്ട് തനിക്ക് കഴിഞ്ഞുവെന്നും ഡോക്ടർ ഡാനിയൽ വൈലർ പിന്നീട് പറഞ്ഞു. ഈ കേസ് ഇന്നൊരു മോഡലായിട്ട് മാറിയിരിക്കുന്നു. ലോകം എമ്പാടും നോക്കിയാലും പ്രത്യേകിച്ചും സ്വിറ്റ്സർലൻഡിൽ ഇതിനു മുൻപ് ഇങ്ങനെ ആരും ഇതുപോലെ കേസ് തെളിയിച്ചിട്ടില്ല. ഞങ്ങളാണ് ആദ്യമായിട്ട് ഇത് ചെയ്തവർ. ഭാവിയിൽ സമാനമായ കേസുകൾ ഇതേ രീതിയിൽ മറ്റുള്ളവർക്കും പരിഹരിക്കുവാനായിട്ട് സാധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പീറ്റർ ന്യൂകോം എടുത്തു പറഞ്ഞു. കേരള പോലീസും അതുപോലെ തിരക്കഥകൾ എഴുതുന്നവരും ഈ കാര്യമൊന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. എവിടെയെങ്കിലും ഉപകാരപ്പെടും. റോളണ്ട് കീബ്ലർ ഡാരിയോ സിക്ലോച്ചിയെ മാത്രമല്ല കൊലപ്പെടുത്തിയത്. അതേ പ്രദേശത്ത് വെച്ച് 10 വർഷം മുൻപ് മറ്റൊരു ആൺകുട്ടിയെയും സമാനമായിട്ടുള്ള രീതിയിൽ അവൻ കൊലപ്പെടുത്തിയിരുന്നു. പിന്നീട് നടന്ന ചോദ്യം ചെയ്യലിൽ ഇതും പുറത്തു വന്നു. കോടതി അവനെ 2 കൊലക്കുറ്റങ്ങൾക്ക് ശിക്ഷിച്ചു. ജീവപര്യന്തം തടവിന് വിധിച്ചു. ഡാരിയോ മരിച്ച അരുവിക്ക് സമീപത്തായിട്ട് ഇന്ന് അനേകം മെഴുകുതിരികൾ കത്തുന്നു. ഡാരിയോയുടെ ഓർമ്മ നിലനിർത്തുവാനായിട്ട് ഗ്രാമവാസികൾ അവിടെ ഒരു ദേവാലയം നിർമ്മിച്ചു. ഡാരിയോയെ അടക്കം ചെയ്ത പള്ളിമുറ്റത്ത് അവന്റെ ഒരു ശില്പമുണ്ട്. അവിടേക്ക് വരുന്ന സന്ദർശകരെ സൗമ്യനും നിഷ്കളങ്കനുമായ ആ ബാലന്റെ രൂപം പലതും ചിന്തിപ്പിക്കുന്നു. ആണോ പെണ്ണോ ആരുമാകട്ടെ, കുട്ടികൾ ഒരിടത്തും സുരക്ഷിതരല്ല എന്ന സന്ദേശം അത് വീണ്ടും വീണ്ടും വിളിച്ചു പറയുന്നു. ഈ കഥ ഇവിടെ അവസാനിച്ചു. എന്നാൽ കഥയിലെ നായകനായ ഡയാറ്റമുകളെക്കുറിച്ച് 2 വാക്കുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഡയാറ്റം എന്നാൽ ജലാശയങ്ങളിൽ കാണപ്പെടുന്ന അതിസൂക്ഷ്മമായിട്ടുള്ള ഒരു ഏകകോശ ജീവിയാണ്. ഇവയെ ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓക്സിജൻ ഉൽപ്പാദകരായിട്ട് കണക്കാക്കുന്നു. സവിശേഷമായിട്ടുള്ള രൂപഘടനയും സൗന്ദര്യവും വർണ്ണവും ഇവയ്ക്കുണ്ട്. ഡയാറ്റങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവയുടെ കോശഭിത്തിയാണ്. സിലിക്ക അഥവാ ഗ്ലാസ് പോലെയുള്ള പദാർത്ഥം കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പുറന്തോടിനെ ഫ്രസ്റ്റൂൾ എന്ന് വിളിക്കുന്നു. 2 ഭാഗങ്ങൾ ചേർത്ത് വെച്ചൊരു പെട്ടി, ഉദാഹരണത്തിന് ഒരു സോപ്പ് പെട്ടിയെടുക്കാം. അതുപോലെയാണ് ഇവയുടെ ശരീരഘടന. ഇവയ്ക്ക് മനോഹരമായ ജാമിതീയ രൂപങ്ങളും ഡിസൈനുകളും ഉണ്ടാകാറുണ്ട്. ഭൂമിയിലെ മൊത്തം ഓക്സിജന്റെ 20% മുതൽ 50% വരെ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ പറഞ്ഞ ഡയാറ്റങ്ങളാണ്. അതായത് നമ്മൾ ശ്വസിക്കുന്ന ഓരോ 5ാമത്തെ ശ്വാസവും നൽകുന്നത് ഈ കുഞ്ഞൻ ജീവികളാണെന്ന് പറയാം. ഡയാറ്റങ്ങൾ ചത്തൊടുങ്ങുമ്പോൾ അവയുടെ സിലിക്ക കൊണ്ടുള്ള തോടുകൾ കടലിന്റെയും തടാകത്തിന്റെയും അടിത്തട്ടിൽ വന്നടിയുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെടുന്ന ഈ ശേഖരത്തെ ഡയാറ്റമേഷ്യസ് എർത്ത് എന്ന് വിളിക്കുന്നു. ഇത് ഇനി പറയുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. വെള്ളവും പാനീയങ്ങളും ശുദ്ധീകരിക്കുവാനും ടൂത്ത് പേസ്റ്റുകളിലും ഇത് ഉപയോഗിക്കുന്നു. അതുപോലെ ലോഹങ്ങൾ മിനുക്കുവാനും ഇത് പ്രയോജനപ്പെടുത്താറുണ്ട്. ചൂടിനെ പ്രതിരോധിക്കുവാനുള്ള ഇൻസുലേഷൻ കവചങ്ങളായിട്ടും ഇത് പ്രവർത്തിക്കുന്നു. കടലിലെയും ശുദ്ധജലത്തിലെയും ഭക്ഷ്യശൃംഖലയുടെ അടിസ്ഥാന ശിലയാണ് ഡയാറ്റങ്ങൾ എന്ന് പറയാം. ചെമ്മീൻ, ചെറിയ ചെറിയ മീനുകൾ, അങ്ങനെ തുടങ്ങി തിമിംഗലങ്ങൾ വരെയുള്ള ജീവികളുടെ പ്രധാന ആഹാരമാണിത്. സാധാരണഗതിയിൽ ഡയാറ്റങ്ങളെ വെറും കണ്ണുകൾ കൊണ്ട് കാണുവാനായിട്ട് കഴിയില്ല. മിക്ക ഡയാറ്റങ്ങൾക്കും 2 മൈക്രോമീറ്റർ മുതൽ 200 മൈക്രോമീറ്റർ വരെയാണ് വലിപ്പം. നമ്മുടെ കണ്ണിന് കാണുവാനായിട്ട് കഴിയുന്ന ഏറ്റവും ചെറിയ വസ്തുവിന്റെ വലിപ്പം ഏകദേശം 0.1 മില്ലിമീറ്റർ ആണ്. അതുകൊണ്ട് ഇവയെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആവശ്യമാണ്. മറ്റൊന്ന്, ഇവയുടെ പുറന്തോട് ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതായതുകൊണ്ട് വെള്ളത്തിൽ ഏതാണ്ട് സുതാര്യമായിരിക്കും. പിന്നെ എപ്പോഴാണ് നമുക്കിവയെ നേരിൽ കാണുവാനായിട്ട് കഴിയുക? ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് ഇവയുടെ സാന്നിധ്യം തിരിച്ചറിയുവാനായിട്ട് കഴിയും. ഒന്ന്, കൂട്ടമായിട്ട് കാണപ്പെടുമ്പോൾ. ദശലക്ഷക്കണക്കിന് ഡയാറ്റങ്ങൾ ഒരിടത്ത് ഒത്തുചേരുമ്പോൾ വെള്ളത്തിന് ഒരു തവിട്ട് നിറമോ അല്ലെങ്കിൽ സ്വർണ്ണ നിറമോ വരുന്നത് കാണാം. കടൽ തീരത്തോ കുളങ്ങളിലോ ഇത്തരത്തിൽ നിറമാറ്റം ശ്രദ്ധയിൽപ്പെട്ടാൽ അവിടെ ഡയാറ്റങ്ങളുടെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കാം. വളരെ അപൂർവമായിട്ട് ചില ഡയാറ്റങ്ങൾ, ഉദാഹരണത്തിന് എത്മോഡിക്കസ് റെക്സ എന്നിവ ഏകദേശം 2 മില്ലിമീറ്റർ വരെ വലിപ്പത്തിൽ വളരാറുണ്ട്. ഇവയെ വെള്ളത്തിൽ ചെറിയ പൊട്ടുപോലെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഡയാറ്റമേഷ്യസ് എർത്ത് എന്നൊരു പ്രതിഭാസമുണ്ട്. ഡയാറ്റങ്ങൾ ചത്തു കുന്നുകൂടി കിടക്കുന്ന അവസ്ഥയാണിത്.
ആ സമയത്ത് നമുക്കിവയെ കാണുവാനും അതുപോലെ തൊടുവാനും സാധിക്കും. ഇത് വെളുത്ത നിറത്തിലുള്ള ഒരു പൊടി രൂപത്തിലാണ് ആ സമയത്ത് കാണപ്പെടുന്നത്. ഒരു ഇത്തിരി കുഞ്ഞൻ ജീവി, അത് ചെയ്യുന്ന ഉപകാരങ്ങളോ എത്ര വലുതാണല്ലേ. അവയെ ഉപയോഗിച്ച് മനുഷ്യനൊരു കേസ് വരെ തെളിയിച്ചിരിക്കുന്നു. മറ്റൊരു കഥയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം.